ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6 ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് ആരംഭിച്ച ടാസ്ക് എന്താണ്, ആർക്കാണ് ജയസാധ്യത ഉള്ളത്, അതുപോലെ തന്നെ ഇന്നത്തെ വോട്ടിംഗ് ഇന്നലെ രാത്രി 10:30 ആരംഭിച്ചു. ഇന്ന് രാവിലെ ആയപ്പോൾ നമുക്ക് വോട്ടിങ്ങിന്റെ പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. ആ പൊസിഷൻ കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇന്നലെ പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രൊമോയിൽ ഒരു ഗോൾഡൻ റാബിറ്റ് എന്ന് പറയുന്ന ടാസ്ക് ആണ്. ഇത് ഓൾറെഡി തമിഴ് ബിഗ് ബോസിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു ടാസ്ക് ആണ്. തമിഴിൽ മാത്രമല്ല, ഇത് മറാഠിയിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ രണ്ട് ഭാഷയിലും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റാബിറ്റിൻ്റെ എന്ന് വെച്ചാൽ നമ്മൾ 10 മത്സരാർത്ഥികളും ആദ്യം 10 കളത്തിൽ നിൽക്കുന്നു. അവർക്ക് നേരെയായിട്ട് റാബിറ്റ്, പുറയിൽ നമ്മുടെ ഇന്റർലോക്ക് ബ്രിക്സ് കട്ടയുണ്ടാവും. അപ്പോൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ബസ് അടിക്കുമ്പോൾ ഈ 10 പേരും ഓടിപ്പോയി മുയലിന് വേണ്ടി ഒരു കോട്ട കെട്ടി, ആ ഒരു കൂടാരം കെട്ടി ഇത്ര ടൈമിനുള്ളിൽ അത് ഒരു വീടുണ്ടാക്കി അതിനകത്ത് മുയലിനെ സംരക്ഷിച്ച് വെക്കണം. ശേഷം തിരിച്ചു വന്ന് അവിടെ നിൽക്കണം. അതിനുശേഷം കുറെ കാർഡുകൾ ഉണ്ടാവും. അത് ഷഫിൾ ചെയ്തതിൽ ആളുടെ ഫോട്ടോ ആണ് വരുന്നത്. അത് ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. നന്ദന സീതു എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സീതു പോണു. ഇപ്പോൾ എക്സാമ്പിളാണ്, നന്ദന വിളിക്കുകയാണ്, സീതുവിന്റെ ഫോട്ടോ എടുത്തെങ്കിൽ സീതു പോയിട്ട് ആ കട്ട മൊത്തം ഇളക്കണം. ആ വീട് അത് സീതുവിന്റെ ചെയ്യണമെന്നല്ല, ഓപ്പോസിറ്റ്. ഇപ്പോൾ ബാക്കിയുള്ള 9 മത്സരാർത്ഥികളിൽ ആളുടെ വീട് വേണമെങ്കിലും പൊളിക്കാം. ആ പൊളിക്കുന്നത് ആളുടെ വീടാണോ, ആ മത്സരാർത്ഥി ഔട്ടാവും. ഇപ്പൊ സീതു പോയി ജിൻഡോയുടെ വീടാണ് എടുക്കുന്നതെങ്കിൽ ജിൻഡോ ഔട്ടാവും. എനിക്ക് ആ പ്രമോ കണ്ടപ്പോൾ ജിൻഡോയുടെ വീട് ആരും എടുക്കുന്നുണ്ട്, അപ്പൊ ജിൻഡോ ഔട്ടാണ്. അപ്പോൾ പോയി എടുക്കുന്ന ആളുടെയാണോ അവര് ഔട്ടാവും. അപ്പൊ സീതു ഇപ്പോൾ എക്സാമ്പിൾ ജിൻഡോന്റെ ആണ് വിചാരിക്കുക. സീതു പോയി ജിൻഡോന്റെ വീട് പൊളിക്കുന്നു. ജിൻഡോ മുയലിനെ സംരക്ഷിക്കാൻ വെച്ചിരിക്കുന്ന വീട് പൊളിക്കുന്നു. പൊളിച്ച് കഴിഞ്ഞിട്ട് ആ കട്ടകളല്ല, അപ്പോഴത്തെ ഒരു വലിയ വട്ടം ഉണ്ടാവും, അവിടെ കൊണ്ടുപോയിടണം. എല്ലാം കൊണ്ടുപോയിടണം. ഇത് വേഗത്തിൽ ചെയ്യണം. ഇത്ര മിനിറ്റേ ഉള്ളൂ, ആ ടൈമിനുള്ളിൽ ചെയ്യണം. അപ്പൊ ആ കട്ടകളെല്ലാം കൊണ്ടുപോയിട്ടിട്ട് ആ റാബിറ്റിനെ എടുത്ത് കൊണ്ടുവച്ചിട്ട് തിരിച്ച് സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോഴാണ് ഇതിൽ പോയിന്റ്. ഇതില് എന്താ പറയുക, ഇത് ഷഫിൾ ചെയ്ത ഒരു 3-4 പേർക്ക് ഇതിനകത്ത് ആ പോയിന്റ് കിട്ടാൻ സാധ്യതയുള്ളൂ. എത്ര ടൈമിനുള്ളിൽ എല്ലാവരും ചെയ്യണം, ടൈം അനുസരിച്ചൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. 1-2 വട്ടമൊക്കെ ഫോട്ടോ കിട്ടി 1-2 വട്ടമൊക്കെ ചെയ്യാൻ പറ്റും. 2-3 വട്ടമൊക്കെ ഭാഗ്യം കൊണ്ട് കിട്ടുന്നവരുണ്ട്. ഇത് ലെക്കാണ്. ഫോട്ടോ എത്ര വട്ടം കിട്ടുമോ, എത്ര വട്ടം നമ്മുടെ പേര് വിളിക്കുമോ, അത്രയും പ്രാവശ്യം നമുക്ക് ഈ ടാസ്ക് വീണ്ടും ചെയ്യാം. റാബിറ്റിനെ സ്വന്തമാക്കാം. ഏറ്റവും കൂടുതൽ റാബിറ്റിനെ കിട്ടുന്നവർക്കാണ് അത് പോയിന്റ്. അപ്പൊ എന്തായാലും ആദ്യത്തെ ഘട്ടത്തിൽ വീട് പണിയുക, രണ്ടാമത്തെ ഘട്ടത്തിൽ എതിർ മത്സരാർത്ഥിയുടെ ഫോട്ടോ നമ്മുടെ പേര് വിളിക്കുന്നതനുസരിച്ച് എതിർ മത്സരാർത്ഥിയുടെ കോട്ട പൊളിക്കുക, റാബിറ്റിനെ എടുക്കുക. ലെക്ക് മാത്രമാണ് ഇതിൻ്റെ. ഇത് ലെക്കും സ്പീഡും. കാരണം നമ്മുടെ പേര് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം പോയി അത്രയും വീടുകൾ പൊളിച്ച് അവിടെ കൊണ്ടുപോയിട്ടിട്ട് ആ റാബിറ്റിനെ സ്വന്തമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഭാഗ്യം തുണയ്ക്കുന്ന ഇതിനകത്ത് അഭിഷേക് ചെയ്യുന്നുണ്ട്, അതുപോലെ സായി ചെയ്യുന്നുണ്ട്, സീതു ചെയ്യുന്നുണ്ട്, ഇവരൊക്കെ ജിൻഡോ ചെയ്യുന്നുണ്ട്. ജിൻഡോയുടെയൊക്കെ ഇത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇതിലെ രസം എന്താണെന്ന് വെച്ചാൽ എതിരാളി ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ വീടാണോ പൊളിക്കുന്ന അവർ ഗെയിമിൽ നിന്ന് ഔട്ടാവും എന്നുള്ളതാണ് അതിൽ രസം. അപ്പോൾ അതാരൊക്കെ ആളുടെയൊക്കെ വീടുകൾ പൊളിക്കും. ഇതിന് ശേഷം ഇതിൻ്റെ ഒരു കോൺട്രവേഴ്സി കൂടി ബിഗ് ബോസിൽ ഉണ്ടാവും. അതൊരു കണ്ടന്റ് ആയിട്ട് വരികയും ചെയ്യും. ഇനി രണ്ടാമത് നമുക്കിപ്പോൾ വോട്ടിങ്ങിൻ്റെ ഒരു പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. ഈ പൊസിഷനിൽ ഏറ്റവും കൂടുതൽ വോട്ടുകളുമായിട്ട് ജാസ്മിനാണ് മുന്നിട്ടത്. ജാസ്മിൻ വളരെ വേഗം 1ാമത്തെ പൊസിഷനിൽ മുന്നിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ജാസ്മിന് നല്ല രീതിയിൽ വോട്ട് കയറുന്നു എന്നാണ് പറഞ്ഞത്. രണ്ടാമത് ഒരു അട്ടിമറിയാണ്. രണ്ടാമത് ഋഷി വന്നിരിക്കുന്നു. കാരണം ഋഷി ആരും ഫൈനൽ 5 പോലും പ്രതീക്ഷിച്ചില്ലെങ്കിൽ പോലും ഋഷി അട്ടിമറിച്ച് വോട്ടിങ്ങിലെ 2ാം പൊസിഷനിലേക്ക് ഋഷി എത്തിയിരിക്കുന്നു. 3ാം പൊസിഷനിൽ അഭിഷേകാണ്. അഭിഷേക് തുടക്കത്തിൽ നല്ല മൂവ് ഉണ്ടെങ്കിലും ഇപ്പോൾ ഈ ഒരു സമയത്ത് 3ാം പൊസിഷനിലാണ്. 4ാം പൊസിഷനിലേക്ക് സായി എത്തിയിരിക്കുന്നു. അത് വലിയൊരു മുന്നേറ്റമാണ്. 4ാം പൊസിഷനിലെ സായി. 5ാം പൊസിഷനിലാണ് ഇപ്പോൾ സീതു നിൽക്കുന്നത്. സീതു 5ാം പൊസിഷനിലാണ്. 6ാം പൊസിഷനിൽ നോറയാണ്. 7ാം പൊസിഷനിൽ നന്ദനയാണ്. ഇപ്പോൾ സീതു, നോറ, നന്ദന ഇവർ 3 നമുക്കൊരു ഡേഞ്ചർ സോണിലാണ് പറയാം. ഇവരുമായിട്ട് വലിയൊരു വ്യത്യാസമില്ലാതെ സായി മുകളിലുണ്ട് എന്ന് മാത്രമാണ്. എന്തായാലും ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കിന്റെ മറ്റു വിശേഷങ്ങളുമായിട്ട് ഈ മല്ലു പ്ലസ് യൂട്യൂബ് ചാനൽ വീണ്ടും അടുത്ത വീഡിയോ ആയി വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം.